സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന ഡിജിറ്റൽ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജസ്റ്റിൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന ഡിജിറ്റൽ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള സന്ദേശവുമായി നിർമ്മല കോളേജിൽ ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിമൻ സെൽ, സോഷ്യൽ വർക്ക് വിഭാഗം, സുവോളജി വകുപ്പ് എന്നിവ സംയുക്തമായാണ് പരിപാടി നടത്തിയത്. കോളേജിൽ നടന്ന വിദ്യാർത്ഥി സംഗമത്തിൽ കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന ഫ്ലാഷ് മോബ് പ്രകടനം ക്യാമ്പയിന്റെ സന്ദേശം കൂടുതൽ ശക്തമാക്കുന്നതായിരുന്നു. മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന യോഗത്തിൽ വുമൺ സെൽ കോർഡിനേറ്റർ ഡോക്ടർ അനി കുര്യൻ, മൂവാറ്റുപുഴ ഉപജില്ലാ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അതുൽ പ്രേം ഉണ്ണി, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അഡ്വക്കേറ്റ് സുജാത് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ ഇതിപ്പോൾ പെൺകുട്ടികളുടെക്കെതിരായുള്ള വയലൻസിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആണുങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ അത് പെണ്ണുങ്ങളുടെ കാര്യമാണെന്നുള്ള രീതിയിൽ മാറിപ്പോയേക്കാം. പക്ഷെ അതല്ല കാര്യം. ശരിക്കും പറഞ്ഞാൽ അത് മെന്നിന്റെ കാര്യം കൂടിയാണ്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. അതായത് പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അവയർനെസ് ഉണ്ടായെടുക്കണം. അത് കുട്ടികളിലുണ്ടായെടുക്കണം. അത് വീട്ടിൽ നിന്നാവാം, വിദ്യാലയങ്ങളിൽ നിന്നുണ്ടായെടുക്കണം വരണം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന് വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് പെരുമാറണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എഡ്യൂക്കേറ്റ്, അതായത് എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് നമ്മളെ പെൺകുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക. അതായത് അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അവർക്ക് ഇങ്ങനെ വയലൻസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ വയലൻസ് ഇത് പണ്ടത്തെ കാലത്തോട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒന്നാണ്. സ്ത്രീ എന്നാൽ ഭൂമിയെക്കാളും ക്ഷമയുള്ളവളായിരിക്കണം. അങ്ങനെ ക്ഷമിച്ചും പുറത്തും മാത്രം ജീവിച്ചാൽ ഒരിക്കലും അതായത് നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, നമ്മൾ ആരൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. അത് ഇമോഷണലി ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെതിരെ ഉടനടി ഒരു ആക്ഷൻ എടുക്കാനുള്ള, അല്ലെങ്കിൽ അതിനൊരു റെമഡി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരണം. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.